ചോദിക്കട്ടെ. പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി. പേനയിൽ ഒഴിക്കാൻ പറ്റാത്ത മഷി. ക്ലൂ വേണോ? നമ്മൾ ഇന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. കൺമഷി. കുറെ ദിവസമായി ഗൈസ്, എനിക്കൊരു ബിസ്ക്കറ്റ് അവൻ വാങ്ങി തരുന്നില്ല. എനിക്ക് ബിസ്ക്കറ്റ് വാങ്ങിത്താണോ? അവന് വിശക്കണുണ്ടാവും മുതലാളി. ഞാൻ ബിസ്ക്കറ്റിന്റെ പേരൊന്ന് ചോദിച്ചിരുന്നു. എനിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നീ വാങ്ങിക്കൊടുത്ത. ഞാൻ നിന്റെ പേരൊന്ന് പറഞ്ഞു നോക്കട്ടെ. പാലർജി. അറിയില്ല, നാക്ക് മുടിക്കില്ല. എനിക്ക് അറിയുന്നില്ല. എനിക്ക് എന്തെങ്കിലും മനസ്സിലാവും. ഉത്തരം കിട്ടാത്ത ചോദ്യം. ബുദ്ധനും ശങ്കരനും ഇതേ ചോദ്യത്തിനുള്ള ഉത്തരമാണ് തേടിയത്. ഒഴിയാബാധയായി എന്റെ ഒപ്പം കൂടി ആ പണ്ടാറം പിടിച്ച പെണ്ണിന് പെട്ടെന്ന് തിരിച്ചറിവ് കൊടുത്ത് എങ്ങനെയെങ്കിലും എന്റെ തലേന്ന് ഒഴിവാക്കി. മാഷേ, എനിക്ക് നിന്നെ വേണം. വെറും ഒരു പ്രണയമായിട്ടല്ല, എന്റെ പ്രാണനായിട്ട്. ഓർമ്മ വെച്ച കാലം മുതല് പൂജ വഴിപാടൊക്കെ നടത്തില്ല ഞാൻ. എന്നിട്ടും എന്റെ ഈശ്വരൻ എന്നോട് ഇങ്ങനെ തരൂ എനിക്ക്. അടൂർ 82 റേഷൻ കടയിൽ എല്ലാ കാർഡിനുള്ള അരികളും വന്നിട്ടുണ്ട്. വേഗം തന്നെ വാങ്ങിക്കൊണ്ടു പോവുക. എനിക്കറിഞ്ഞൂടാ. അങ്ങോട്ട് കൊണ്ടുവന്നേക്ക് കൊള്ളാം. ഞങ്ങൾക്ക് സ്നേഹിക്കാൻ കുറച്ച് മാറ്റി വെച്ചേക്കണം അവനെ. നിനക്ക് ഈ കാട്ടുപോക്കാനല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലോടി. അമ്മ എന്ത് വേണോ ചോദിച്ചോ, ആര് വേണോ ചോദിച്ചോ, പക്ഷെ ഇതിനെ മാത്രം ചോദിക്കരുത്. എന്റെയാണ്. അവിടെ ചെറുക്കനെ അവക്കം കൊടുത്തേന് എടുത്തോണ്ട് പോക്കോ. എന്റെ ഐഫോണാണല്ലോ, നിന്റെ മാത്രം ഇല്ലല്ലേ. നീ കുറച്ച് കാണല്ലേ, നീ കുറച്ച് നാളായിട്ട് നീ കുറച്ച് കണ്ടോണ്ടിരിക്കണേ. ഇതെന്താണ്? ഐ അല്ലേ? ഇതെന്താണ്? ഫോൺ. ഐഫോൺ. ഓക്കേ. ഞങ്ങള് വേണമെങ്കിൽ ഒരു 5 പേര് കൂട്ട ആത്മഹത്യ ചെയ്യാൻ മോനെ. ഐഫോൺ. ഓക്കേ. എന്നും നാളെയും റേഷൻ വാങ്ങാൻ ബാക്കിയുള്ളവർ വാങ്ങി തീർക്കുക. ഇങ്ങനെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? ഈ വാട്സപ്പിൽ ഓൺലൈനിൽ വരുമ്പോ എനിക്ക് മെസ്സേജ് അയക്കാണ്ടിരുന്ന നിന്റെ ഉണ്ടകണ്ണി ഞാൻ കുത്തി പൊട്ടിക്കും. കേട്ടടി ഉണ്ടകണ്ണി. നീയാണല്ലോ കോടതി. ഓടാമയില് വെറുതെ. സിംഹമല്ല ധർമ്മ. പിന്നെ ആര് നിന്റെ അമ്മൂമ്മേ? എനിക്കിഷ്ടം പുലിയെ, വേട്ടപ്പുലിയെ. എന്റെ സുഹൃത്താണ് ഇവൻ. ആദ്യം പിടിച്ച് പുറത്താക്കി. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാതെ. ഇങ്ങനെ നോക്കലടി, എന്റെ കൺട്രോൾ കൂട്ടാ. ചെറുത് എന്നതാ അവന് വാലും തലയും ഇല്ലാത്തൊരു സംസാരം. പരമാവധി പിടിച്ചു നിൽക്കാം. ബന്ധുക്കളെല്ലാം വിവരം അറിയിച്ചുള്ളൂ. ഓ, ഇങ്ങനെ നോക്കല്ലേ. വായടയ്ക്ക് എന്റെ കൺട്രോൾ പോയി കഴിഞ്ഞ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. മര്യാദയ്ക്ക് വേഗം പെണ്ണ് കെട്ടിക്കോണം. നിനക്ക് വേണമെങ്കിൽ എന്റെ മോളെ കെട്ടിച്ചു തരാം. ഒരു മരം. അത് മാത്രം ഇപ്പൊ വേണ്ട. അതിനു മുന്നേ എന്റെ മോൻ പോയി അമ്മയെടുത്ത് പറ, അമ്മയുടെ മോനൊരു പെണ്ണിനെ ഇഷ്ടമാണെന്ന്. നീ ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പോയി കിടന്നുറങ്ങിക്കോ. ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ് ഒരാളെ സ്നേഹിച്ച് വഞ്ചിക്കുന്നതാണ്. വാർത്തകൾ വിശദമായി. സ്നേഹം നടിച്ച് കൂടെ നടന്നിട്ട് ഒരു ദിവസം വേണ്ടാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. എന്തതെ വെറുതെ വരാതെ. സ്നേഹമാകുന്ന മലയിൽ കൊണ്ടു ചെന്നിട്ട് തള്ളിയിടുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? എന്തിനെന്റെ മനസ്സ് കവർന്നു. ഈ നാളിനോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. പക്ഷെ എന്റെ മനസ്സിന് എന്റെ ഹൃദയം എനിക്ക് തിരിച്ചു തരണം. റേഷൻ സാധനങ്ങളെല്ലാം താൻ കുറെ നേരം എന്റെ പുറകെ നടക്കണോ? എവിടെയെങ്കിലും കൊണ്ട് വെക്കണോ?